വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം തുടരുകയാണ്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായത് അമിത വേഗവും മഴയുമാണ്. ഒരാളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. 12 മണിയോടെ പൊതുദർശനം ഉണ്ടാകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. വേഗത്തിൽ ആ നടപടികൾ പൂർത്തീകരിക്കുകയാണ്. നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പൊതുദർശനത്തിന് ശേഷമായിരിക്കും അവരുടെ ജന്മനാടുകളിലേക്കും മറ്റും സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോവുക. അല്പസമയത്തിനുള്ളിൽ ഗവർണറും അവിടേക്ക് എത്തുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പൊതുദർശന ചടങ്ങിലായിരിക്കും ഒരുപക്ഷെ ഗവർണറുടെ സാന്നിധ്യവും ഉണ്ടാവുക. മറ്റ് മന്ത്രിമാരും അടക്കമുള്ളവരും അവിടെയുണ്ട്. ശരണ്യ സ്നേഹജൻ ഉണ്ട്. ശരണ്യ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയാണല്ലേ? മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുത്തു തുടങ്ങി അല്ലേ? അത് സജിത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ മൃതദേഹം ബന്ധുക്കൾക്കായി വിട്ടു നൽകുകയാണ്. ഇപ്പോ ഇവിടെ നിന്ന് തൊട്ട് അടുത്തുള്ള കോമ്പൗണ്ട് തന്നെ ആയ മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. 3 മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു. കണ്ണൂർ കാവാലം സ്വദേശിയായ ആയുഷിന്റെ മൃതദേഹമാണ് ആദ്യം പുറത്തേക്ക് എത്തിച്ചത്. പിന്നീട് ഇപ്പോൾ കണ്ണൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹവും പുറത്തേക്ക് എത്തിച്ചു. അങ്ങനെ 3 മൃതദേഹങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ആംബുലൻസുകൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിലും മൃതദേഹങ്ങൾ ഒരുമിച്ചാണ് അവിടെ പൊതുദർശനത്തിലെ സ്ഥലത്തേക്ക് എത്തിക്കുക. ഇവരുടെ വിദ്യാലയമായ ഇവർ പഠിക്കുന്ന കോളേജായ ടി ഡി മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന പൊതുദർശനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് ഇറക്കുന്ന. രക്ഷകർത്താക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം എന്ന് തന്നെ പലരുടെയും ഇപ്പോൾ ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാരം ഇവിടെ എറണാകുളത്ത് മാർക്കറ്റ് റോഡിലുള്ള മാർക്കറ്റ് പള്ളിയിൽ നടത്തുമെന്നുള്ളതാണ് ആ കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരുടെയും ബന്ധുക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. 4 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതീവ ദുഃഖം പങ്കിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും ഒക്കെ ഇവിടെ അതിരാവിലെ മുതൽ എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി പി പ്രസാദാണ് ആദ്യം എത്തിയത്. പിന്നീട് മന്ത്രി സജി ചെറിയാൻ എത്തി. വീണ ജോർജ് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും. അത് മാത്രമല്ല, ധാരാളം ജനങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷകർത്താക്കളെ ആശ്വസിപ്പിക്കുന്നു, ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചകളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഓരോ ഭാഗത്തുമുള്ളത്. അവർ പഠിക്കുന്ന അവരുടെ ദൈനംദിനം അവർ വന്നു പോകുന്ന ഒരിടത്ത് ഇങ്ങനെ ഏറ്റവും ദുഃഖകരമായ ഒരു വിടവാങ്ങൽ ആ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടി വരുന്ന ഞെട്ടലിലാണ് ഈ കലാലയം എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരം ഒരു ആഘാതത്തിലാണ് സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത്. കാരണം ഇന്നലെ അവരുടെ പരീക്ഷ അനാട്ടമി എക്സാം പൂർത്തിയാവുന്ന ദിവസമായിരുന്നു. കഴിഞ്ഞ ഒന്ന് കുട്ടികൾ വൈകിട്ട് സിനിമ കാണുന്നതിനായി പുറപ്പെട്ടതാണ് ഇത്രയും വലിയൊരു ദാരുണമായ മരണത്തിലേക്ക് ആ വിദ്യാർത്ഥികളെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതാണ്. അതിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകർ കൂടെ ഇരുചക്ര വാഹനത്തിൽ പോയവരുണ്ട്. ഒപ്പം തന്നെ ഇവരോടൊപ്പം വിളിച്ചിട്ടും പോകാതിരുന്ന വിദ്യാർത്ഥികളുണ്ട്. പലർക്കും എന്താണെന്ന് പോലും വിവരിക്കാൻ കഴിയാത്തത്ര വിധത്തിലുള്ള വേദന തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ആണ് ഇവിടെ എന്ന് തന്നെ നമുക്ക് പറയാം. പല വിദ്യാർത്ഥികളും ഒരു മൈക്കിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിലേക്ക് വരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്ന വാക്കുകൾ അവർ തൊണ്ടയിടറുകയാണ്, കരയുകയാണ്. തളർന്ന രക്ഷകർത്താക്കളെ കാണുമ്പോൾ അതീവ വിഷമം തോന്നുന്നു. അത്രയും ദുഃഖകരമാണ്. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാമായിരുന്ന അവരുടെ സ്നേഹനിധികളായ മക്കളാണ് ഇങ്ങനെ ഒരു ദാരുണമായ മരണം ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ടേബിളുകളിൽ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ആർക്കും സഹിക്കാനാവാത്ത കാഴ്ചകളാണ് ഇന്നലെ രാത്രി മുതൽ ആലപ്പുഴയിൽ നിന്ന് അടുക്കിക്കൊണ്ട് ഈ 5 വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ആ ഒരു അപകടത്തിലൂടെ സംഭവിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ 2 വിദ്യാർത്ഥികളുടെ നില ഗുരുതരമായിട്ടുണ്ട്. അതിൽ തന്നെ ഒരാളുടെ നില ആണ് ഇപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ഡോക്ടർ അബ്ദുൽ സലാമുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്
ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ആൽവിൻ എന്ന എടത്തുവ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ ബോർഡ് ഉടൻ തന്നെ മെഡിക്കൽ ബോർഡ് കൂടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം ആ കുട്ടിയെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു മെച്ചപ്പെട്ട സംവിധാനങ്ങൾ, ഇതിലും മെച്ചപ്പെട്ട സംവിധാനങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് മാറ്റാം. ആദ്യഘട്ടത്തിൽ പി പ്രസാദ് ഇവരെ സന്ദർശിച്ച ശേഷം പറഞ്ഞത് നിലവിൽ മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ ഇപ്പോൾ മെഡിക്കൽ ബോർഡ് കൂടി ഡിസിഷൻ എടുത്തവരെ മാറ്റണമെങ്കിൽ മാറ്റാം തുടർ ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ അവിടെ യോഗം ചേരാൻ പോകുന്നു എന്നുള്ള വിവരവും നമുക്ക് നൽകാനുണ്ട്. അപകടത്തിൽ 11 പേരാണ് ഉൾപ്പെട്ടിരുന്നതെങ്കിലും ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ നമുക്ക് അറിയാം, പാലക്കാട് സ്വദേശി ശ്രീതി വത്സൻ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, ഒപ്പം കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാർ, കോട്ടയം സ്വദേശി ആയുഷ്. കോട്ടയം സ്വദേശമാണെങ്കിലും ആയുഷിന്റെ വീട് ഇവിടെ എടത്തുവയിലാണ്. അഡ്രസ് കോട്ടയമാണെങ്കിലും എടത്തുവയിലാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. മലപ്പുറം സ്വദേശി ദേവാനന്ദിന്റെ വീട് മലപ്പുറമാണെങ്കിലും പാലയിലാണ് സംസ്കാര ചടങ്ങ്. അച്ഛന്റെ വീടായ പാലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം എറണാകുളം മാർക്കറ്റ് പള്ളിയിൽ നടക്കും എന്നുള്ളതും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർ ചേർത്തല സ്വദേശി കൃഷ്ണദേവ്, കൊല്ലം ചവറ സ്വദേശി മുഹസിൻ അടുത്ത വിദ്യാർത്ഥിയെ കൂടി പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. കൊല്ലം പോരുവഴി സ്വദേശി ആനന്ദ്, ഒപ്പം തന്നെ എറണാകുളം കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരിയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഒപ്പം ആലപ്പുഴ എടത്തുവ സ്വദേശി ആൽവിന്റെ നിലയാണ് ഗുരുതരമായി ഇപ്പോഴും തുടരുന്നത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കും വന്നിട്ടുണ്ട്. ഒപ്പം ഒരു പരിക്ക് പോലും ഏൽക്കാതെ ഷെയ്ൻ ഡെൻസ്റ്റൺ എന്ന ഇവരുടെ സഹപാഠിയും ഉണ്ടായിരുന്നു. പക്ഷേ ഷെയ്ന്റെ മാനസികാവസ്ഥ വളരെ മോശമാണ് എന്നുള്ളതാണ് സഹപാഠികൾ പറഞ്ഞത്. അവൻ ആരോടും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, വലിയൊരു ട്രോമയിലാണ് എന്നുള്ളതാണ് അവന്റെ സഹപാഠികളായ ആളുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 3 വിദ്യാർത്ഥികൾ പിറകെ അനുഗമിച്ച വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് അപകടം നടന്ന സമയത്ത് ആ മൃതദേഹം കണ്ടിട്ട് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആശുപത്രിയിലെത്തി കാഷ്വാലിറ്റിയിലെത്തിയാണ് തങ്ങളുടെ സഹപാഠികളാണ് എന്ന് തിരിച്ചറിയുന്നത് എന്നാണ് അവർ അറിഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരു റിലീഫ് എന്നുള്ള രീതിയിലാണ് കുട്ടികൾ ഇന്നലെ രാത്രി ആ സിനിമയ്ക്ക് പുറപ്പെട്ടത്. എന്തായാലും അത് ഇങ്ങനെ ഒരു എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ സംഭവങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം 4ാമത്തെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. സജിത്, പൊതുദർശന ചടങ്ങുകളിലേക്കാണ് കിടക്കുന്നത്. ശരണ്യ, ഈ മൃതദേഹങ്ങൾ നേരെ കൊണ്ടുപോകുന്നത് കോളേജിലേക്കാണോ, പൊതുദർശന ചടങ്ങിലേക്കാണോ? എപ്പോൾ അത് ആരംഭിക്കും? 5 മൃതദേഹങ്ങളും അവിടേക്ക് വേഗത്തിലെത്തിക്കും? പോസ്റ്റ്മോർട്ടം നടപടികൾ തന്നെ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചിരുന്നു. കൂടുതൽ ടേബിളുകൾ ക്രമീകരിച്ചാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഫോറൻസിക് വിഭാഗം HOD ഡോക്ടർ ഷാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം വളരെ വേഗത്തിൽ തന്നെ അവർ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. അതിനുവേണ്ടി കൂടുതൽ ടേബിളുകൾ ഇവിടെ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തു. 12 മണിയോടുകൂടി പൊതുദർശനം നടത്താനാകും എന്നുള്ളൊരു കണക്കുകൂട്ടലിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിലും വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഓരോ ആളുകളും ഇപ്പോൾ അവസാന വിദ്യാർത്ഥിയും പുറത്തേക്കിറക്കും. ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ച സമയത്തേക്കാൾ വേഗത്തിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് എന്നുള്ള കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത്. കുട്ടികളെ ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത് അവരുടെ വിദ്യാലയമായ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തൊട്ടടുത്ത കോമ്പൗണ്ടായ മെഡിക്കൽ കോളേജിലേക്കാണ്. മെഡിക്കൽ കോളേജിന്റെ വരാന്തകൾ അവർ ഇന്നലെ വരെ പഠിച്ചു നടന്നിരുന്ന ആ കോളേജിന്റെ വരാന്തകളിലേക്കാണ് ചേതനയറ്റ ശരീരമായി അവർ ഇപ്പോൾ കടന്നു ചെല്ലാൻ പോകുന്നത്. തങ്ങളുടെ സഹപാഠികളെ കാത്ത അവിടെ വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും വലിയ ആഘാതത്തിൽ തന്നെയാണ്. ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവം അവർക്കിടയിൽ സംഭവിച്ചു എന്നുള്ളത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് വിദ്യാർത്ഥികളുള്ളത്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ എല്ലാവരും രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകുന്നതിന് വേണ്ടി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അവസാന വിദ്യാർത്ഥിയെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് 5 വിദ്യാർത്ഥികളിൽ അവസാനത്തെ ആളെ പുറത്തേക്ക് ഇറക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണിനെ ഈർന്നണിയിപ്പിക്കുന്ന കാഴ്ചകളാണ് സജിത്ത് ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് നമുക്ക് നൽകാനുള്ളത്. അത്തരത്തിൽ ആർക്കും, ഒരു രക്ഷകർത്താക്കൾക്കും ആർക്കും സഹിക്കാൻ കഴിയാത്തത്ര വേദനകൾ
നൽകി വലിയ ആഘാതം സഹപ്രവർത്തകർക്കിടയിൽ സഹപാഠികൾക്കിടയിലൊക്കെ ഉണ്ടാക്കിയാണ് ഇവർ ഓരോരുത്തരും വിടവാങ്ങുന്ന 1.5 മാസം മുമ്പ് ആലപ്പുഴയിൽ വൈദ്യ പഠനത്തിനായി എത്തിയ 5 വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ഒരു മടക്കയാത്ര അവരുടെ പഠനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു മടക്കയാത്രയിലേക്ക് അവർക്ക് പോകേണ്ടി വരുന്നത്. അതാണ് സാഹചര്യം. പൊതുദർശനം ഉടൻ ആരംഭിക്കും. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ തൊട്ടടുത്ത ക്യാമ്പസ്, തൊട്ടടുത്ത കോമ്പൗണ്ട് കോളേജിന്റെ ക്യാമ്പസിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. 5 വിദ്യാർത്ഥികളും ജീവനറ്റ 5 പേരെയും നേരിട്ട് കാണേണ്ടി വരുന്ന അവസ്ഥ, അത് ആ സാഹചര്യം അവിടെ ഉണ്ടാക്കുന്ന വേദന, അത് അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യമാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചു. അതിനുശേഷം 5 മൃതദേഹവും ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പൊതുദർശനം വേഗത്തിൽ പൂർത്തിയാക്കി സ്വന്തം കോളേജിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി മടങ്ങിയെത്തിയവർ ജന്മനാടുകളിലേക്ക് മടങ്ങും. അതാണ് ഇനി ഉള്ളത്. ഗവർണർ അടക്കമുള്ളവരുടെ സാന്നിധ്യം നമുക്കവിടെ പ്രതീക്ഷിക്കാം. അല്പസമയത്തുള്ളിൽ തന്നെ അവരവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ദാരുണ അപകടം അതുണ്ടാക്കിയ അല്ല, മെഡിക്കൽ ബോർഡ് കൂടും. ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ ഇപ്പോൾ കൂടും. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതിനകത്ത് എന്തൊക്കെയായിരിക്കും ചർച്ചയിൽ വരിക? അത് ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയും ഫർദർ ചികിത്സയും ചർച്ചയിൽ വരുന്നുണ്ട്. ഒരാളുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. ബാക്കിയുള്ളത് നോക്കിയിട്ട് പറയാം. മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഇനി മറ്റു കുട്ടികൾ, പരിക്കേറ്റ കുട്ടികളുടെ തുടർ ചികിത്സയും സാഹചര്യങ്ങളും സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒരു കുട്ടിയുടെ നില ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് സാഹചര്യം. 5 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. അപകടം ഉണ്ടായതെങ്ങനെ, അപകടത്തിന് കാരണമായ സാഹചര്യങ്ങൾ, അതൊക്കെ പിന്നീട് വിശദമായ പരിശോധന നടക്കും. എന്തായാലും ഇപ്പോൾ കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകൊടുക്കുകയാണ്.